വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം മലയാളത്തിലധികം സിനിമകളൊന്നും ഇപ്പോൾ തിയേറ്ററുകളിലായിട്ട് റിലീസില്ല. അപ്പോൾ ഈ സമയത്ത് OTTയിൽ ഏതൊക്കെ സിനിമകളാണ് റിലീസ്? അപ്പോൾ ആ സമയത്ത് ഒരു വമ്പൻ സിനിമ, മലയാള സിനിമ അല്ല, തമിഴിലെ സിനിമയാണ്. നമ്മുടെ കമലഹാസൻ ഉലകനായകൻ്റെ സിനിമയാണ് ഇന്ത്യൻ. അത് വലിയ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയമൊന്നും നേടാനായില്ല. ഇന്ത്യൻ 1 വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതിയിലേക്കൊന്നും സിനിമ വന്നില്ലെന്ന് പല പ്രേക്ഷകരും പറയുകയുണ്ടായി. എന്തായാലും സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതെന്നാണ് OTTയിൽ റിലീസാവുക? ആരാണ് ഇത് OTTയിൽ ഇറക്കാൻ പോകുന്നത്? ഈ ഒരു ചോദ്യമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതെ, ആഗോള ഭീമന്മാരായിട്ടുള്ള OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആഗസ്റ്റ് 9-ാം തീയതി സിനിമ OTTയിലൂടെ റിലീസ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളുണ്ടായിരുന്നു. 100 കോടിക്ക് മുകളിലാണ് OTT റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോസിപ്പുകൾ വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ സിനിമ അങ്ങനെ OTTയിൽ വരാൻ പോവുകയാണ്. പല ഗെറ്റപ്പുകളിൽ കമൽഹാസൻ വന്ന് അഭിനയിച്ച, താത്തയായി വന്ന് അഭിനയിച്ച ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും പല പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ടാവും. കാരണം പല കാരണങ്ങളാൽ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാതിരുന്നത്. എന്തായാലും OTT വരുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. പരാജയമാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും എന്തായാലും നമുക്കത് ഒന്ന് കണ്ടു നോക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് OTTയിൽ റിലീസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതെന്തായാലും ഓഗസ്റ്റ് 9 വിരാമമാവുകയാണ്. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പല നടന്മാരും ഒരുപാട് പൈസ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ ജോർജ് 5 ലക്ഷം രൂപ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷ വാർത്തയാണ്, ഒരു ആശ്വാസമാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാണ് പലരും കൈമാറുന്നത്. എന്തായാലും തമിഴിൽ നിന്ന് സൂര്യയും അവരുടെ ഫാമിലിയിൽ നിന്ന് ജ്യോതികയും കാർത്തിയും ഒക്കെ ചേർന്ന് 50 ലക്ഷവും, ചിയാ വിക്രവും രാഷ്മിക മന്ദാനയും ഒക്കെ കൊടുത്തിരുന്നു. അലൻസിയർ 50,000 കൊടുത്തു എന്നും വാർത്തകൾ വന്നിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മുടേതായ രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സിനിമകൾ കാണുന്നു. അതുമൂലം അവർക്ക് കിട്ടുന്ന പണത്തിൽ ഒരു ഭാഗം നമുക്ക് വേണ്ടി തന്നെ ചിലവഴിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പുതിയ OTT റിലീസുകളെയും മറ്റു സിനിമ വാർത്തകളും ഒക്കെ നമുക്ക് വീണ്ടും അറിയേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ ബൈ.